നിഷാദ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4th ചാപ്റ്റർ സിമ്പിൾ ഇക്വേഷൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The solution of the equation x plus 15 is equal to 19. അപ്പോൾ നമ്മളെടുത്ത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫില്ലപ്പ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ ഇത് നമ്മളൊന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ ആൻസർ കണ്ടെത്തി എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ഇതിനെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് പ്ലസ് 15 ഇസ് ഈക്വൽ ടു 19 എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അല്ലേ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിനെ ഇനി പുറത്തെടുത്തു, ഇസ് ഈക്വൽ ടു 19, ദെൻ പ്ലസ് 15 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഈക്വൽ സൈനിന് ശേഷം പ്ലസ് സൈൻ എന്തായിട്ടാണ് മാറുന്നത്? മൈനസ് സൈൻ ആയിട്ടാണ് അല്ലേ മാറുന്നത്. അപ്പോൾ നമുക്ക് പ്ലസിനെ എന്താക്കി മാറ്റാം? മൈനസ് ആക്കി മാറ്റാം. പിന്നെ ഇവിടെ എന്തുണ്ട്? ബാലൻസ് 15. അപ്പോൾ നമുക്ക് 19 മൈനസ് 15 എന്ന് എഴുതാം. എന്ത് കിട്ടും നമുക്ക് ആൻസർ? 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 4 എന്നാണ് ഇവിടുത്തെ വാല്യൂ അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? ആൻസർ 4. ക്ലിയർ ആയോ അപ്പോൾ എല്ലാവർക്കും? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? -1 ഇസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, ബി എക്സ് മൈനസ് 1 ഈക്വൽ ടു 2, സി 2y പ്ലസ് 3 ഈക്വൽ ടു 1, ഡി 2p പ്ലസ് 7 ഈസ് ഈക്വൽ ടു 5. നമ്മളടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? -1 എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരെണ്ണത്തിന് ഓക്കെ -1 അല്ല ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഇതിൽ ഏതാണ് -1 ആൻസർ അല്ലാതെ വരുന്നതെന്നുള്ളത്. ആൻസർ ആയിട്ട് വരുന്നതല്ല, ആൻസർ അല്ലാതെ വരുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും കണ്ടുപിടിക്കണം അല്ലേ, എന്നാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ -1 ഏതാണ് ആൻസർ വരാത്തതെന്ന്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. നമ്മൾ ചെയ്തു നോക്കുമ്പോൾ -1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. നോക്കിക്കേ, ഡിഫറെൻറ്റ് സൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന്. ഈ എക്സിന് നമ്മൾ എന്തിട്ട് കൊടുക്കണം? നമ്മുടെ ആൻസറായ -1 ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ -1 പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതിയത്. ഇനി നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് സൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 - 1 എന്താണ് നമുക്ക് കിട്ടുന്നത്? ആൻസർ 0 ആണ് കിട്ടുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് സൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്തതിന് ശേഷം ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ ഇവിടെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 0 ആണ് ആൻസർ കിട്ടിയത്. 0യ്ക്ക് പ്രത്യേകിച്ച് സൈൻ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് ആൻസർ കിട്ടിയത്? 0 എന്ന് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇവിടെ -1 തന്നെയാണ് അല്ലേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇട്ട് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 ആണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ LHSഉം ഇതിനെ RHSഉം ആയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അതായത് ഇതിനെ നമ്മൾ LHS ആയിട്ട് എടുത്തു, ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? RHS ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഈ LHS ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് RHS ആയ 2 തന്നെ ആൻസർ ആയിട്ട് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം -1 ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്ന്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം -1 അല്ല ഇതിൻ്റെ ആൻസർ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് -1. ഇനി എന്ത് ചെയ്യണം? എക്സിന് നമ്മൾ എന്തിട്ട് കൊടുക്കണം? -1 ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാം. -1 നോക്കിക്കേ, എന്ത് കിട്ടും നമുക്ക് ആൻസർ? 2 നെഗറ്റീവ് സൈൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തതിന് ശേഷം നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ഇൻറ്റീജേഴ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, 1 പ്ലസ് 1 എന്ത് കിട്ടും നമുക്ക് ആൻസർ? 2 കിട്ടും. പിന്നെ എന്താണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്? നെഗറ്റീവ് സൈൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -2. അപ്പോൾ LHSൻ്റെ ആൻസർ നമുക്ക് എന്താണ് കിട്ടിയത്? -2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. പക്ഷെ നമുക്ക് RHSൽ എന്താ ഇവിടെ കിടക്കുന്നത്? 2 എന്നാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ.
അപ്പം നമുക്ക് LHSഉം RHSഉം ഈക്വൽ ആയിട്ടാണോ കിട്ടിയത്? അല്ല. അപ്പം നമുക്ക് ഇത് പറഞ്ഞൂടെ ഇവിടെ -1 ആണ് സൊല്യൂഷൻ അല്ലാതെ വരുന്നതെന്ന്. കാരണം എന്താണ്? നമ്മൾ -1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ല. അപ്പം എന്താണ് -1 ഇവിടെ കറക്റ്റ് ആണോ? ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഇതാണോ? അല്ല. അപ്പം നമുക്ക് ബി ആണ് ഇവിടെ -1 ഇസ് നോട്ട് എ സൊല്യൂഷൻ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടിയത്. ഇത്രയും ചെയ്തിട്ട് നിർത്തരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതും കൂടി നമ്മളൊന്ന് ചെയ്ത് നോക്കണമേ. അപ്പോൾ അടുത്തത് എന്താ കിടക്കുന്നത്? 2y + 3 = 1. അപ്പോൾ നമുക്ക് അതും ചെയ്ത് നോക്കാം. 2y + 3 = 1. അപ്പോൾ ഇവിടെ yക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടുള്ളത്? -1 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കാം? LHS ആയിട്ട് എടുക്കാം. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? RHS ആയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു നമ്മൾക്ക് yക്ക് എന്താണ് കൊടുത്തപ്പോൾ y = -1. yക്ക് നമ്മൾ -1 ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു -1 + 3 എന്നാണ് നമ്മൾ LHS സൈഡ് വന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു -1 പ്ലസ് ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്, ഇവിടെ മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ്. അപ്പോൾ -2 + 3 നോക്കിക്കേ, ഡിഫറെൻറ്റ് സൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? മൈനസ് ചെയ്തതിന് ശേഷം ബിഗസ്റ്റിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഇവിടെ ബിഗസ്റ്റിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? +1. അതായത് LHS തന്നെയാണ് നമുക്ക് എന്താണ് RHS എന്നും പറയുന്നത് അല്ലേ? LHS നമുക്ക് 1 ആണ് കിട്ടിയത്. RHS എന്ത് തന്നെയാണ് കിടക്കുന്നത്? 1 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? LHS ഇസ് ഈക്വൽ ടു RHS. അപ്പോൾ ഇവിടെ -1 കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് അതും എടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത എന്താണ്? 2p + 7 = 5. ഓക്കെ, നമുക്ക് അതും കൂടി ഒന്ന് സ്പീഡ് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു -1 + 7 LHS സൈഡാണ് ചെയ്യുന്നത്. 2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -2 + 7. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡിഫറെൻറ്റ് സൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്തതിന് ശേഷം ബിഗസ്റ്റിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. ബിഗസ്റ്റിൻ്റെ സൈൻ എന്താണ്? പ്ലസ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ LHS തന്നെയല്ലേ RHS കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? -1 കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ്സ് -1 = 2. അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് LHS ഇസ് നോട്ട് ഈക്വൽ ടു RHS എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓരോന്നും ചെയ്തു നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് 7x + 4 = 25 then x = നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് 7x + 4 എന്ന് പറയുന്നത് 25 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കുമെന്നാണ് നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. 7x + 4 = 25. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് 7xനെ ഇനി പുറത്തെടുക്കാം. 7x = 25. ഇനി +4 ഇങ്ങോട്ട് ഈക്വൽ സൈനിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ഇവിടെ ഏത് സൈൻ ആണോ കിടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, അപ്പോൾ പ്ലസ് മൈനസ് ആയി. ഇനി ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 - 4 21 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7x = 21 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ളത് എക്സിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ നമ്മൾ എക്സിനെ ഇനി പുറത്തെടുത്തു. അപ്പോൾ x = 21. ഇനി ഇവിടെ എന്താണ്? 7 × x ആണ്. അപ്പോൾ ഈക്വൽ സൈന് ശേഷം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറും? അതിൻ്റെ ഓപ്പോസിറ്റ് സൈനായ ഡിവിഷനായിട്ട് മാറും അല്ലേ? അപ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറി? ഡിവിഷനായിട്ട് മാറി. അപ്പോൾ 21/7. ഇനി 7 കൊണ്ട് 21നെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ടേബിൾസിലുണ്ടല്ലോ. എന്താണ്? 7 3s are 21. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? 3 എന്നാണ് നമുക്ക് കിട്ടിയത്. നോക്കിക്കേ, നമ്മുടെ ഓപ്ഷനിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താണ് ആൻസർ? 3. അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യനും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. If 9/5 x is equal to 18/5 then x is equal to. ഇവിടെയും നമ്മളെടുത്ത് എക്സിൻ്റെ വാല്യൂ ആണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വീണ്ടും ചെയ്തു നോക്കാം. 9/5 x is equal to 18/5. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എക്സിനെ മാത്രമായിട്ട് ഇനി പുറത്തെടുത്തു. ബാലൻസ് ഇവിടെ ഉണ്ട് 18/5.
നോക്കിക്കേ, ഇവിടെ 9/5 x എന്ന് പറഞ്ഞാൽ എന്താണ്? 9/5 ഇൻറ്റു എക്സ് എന്നാണ് അല്ലേ? അപ്പോൾ അത് ഈക്വൽ സൈനിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും അല്ലേ? ഇനി എന്തുണ്ട് ഇവിടെ ബാലൻസ്? 9/5. അത് നമ്മൾ ഇവിടെ എടുത്ത് അതേപോലെ എടുത്ത് എഴുതി വെച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആകുമ്പോൾ നമ്മൾ റെസിപ്രോക്കലാണ് അല്ലേ? അപ്പോൾ 18/5 ഇൻറ്റു റെസിപ്രോക്കൽ എന്താണ്? 9/5ൻ്റെ 5/9. ഇത് തിരിച്ചെഴുതണം അല്ലേ? അപ്പോൾ ഇവിടെ 5ഉം 5ഉം കട്ടായി പോവും. ഇനി എന്താണ്? 9ൻ്റെ ടേബിൾസിൽ 18 ഉണ്ടല്ലേ? അപ്പോൾ 9 1s are 9, 9 2s are 18. എന്ത് കിട്ടി നമുക്ക് ആൻസർ? ഇവിടെ 2. എക്സിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയത്? 2. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താ എഴുതാം? 2 എന്ന് എഴുതാം. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അടുത്ത എന്താണ്? സെറ്റപ്പ് ദ ഇക്വേഷൻ ആൻഡ് സോൾവ് ദ ഫോളോയിങ്. നമ്മളടുത്ത് ഇക്വേഷൻ സെറ്റപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് അത് സോൾവ് ചെയ്യുകയും വേണം അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 5 times a number increased by 7 is 27. അപ്പോൾ നമ്മളടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിൻ്റെ 5 times ഇൻക്രീസ്ഡ് ബൈ 7, അതായത് +7 എന്ന് പറയുന്നത് എത്രയാണ്? 27 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്പർ അറിയാവോ? ഇല്ല. അറിഞ്ഞൂടാത്ത നമ്പറിനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടുള്ളത്? എക്സ് ആയിട്ട്. അപ്പോൾ ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് വെച്ച് നമുക്ക് ഇക്വേഷൻ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 times a number. 5 times a number എന്ന് പറയുമ്പോൾ നമ്പർ നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ 5 times എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു എക്സ്, അതായത് 5x. ഇനി എന്താണ്? ഇൻക്രീസ്ഡ് ബൈ 7. ഇൻക്രീസ്ഡ് എന്ന് പറയുമ്പോൾ കൂടുന്നു എന്നാണ് അല്ലേ അർത്ഥം? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? +7 എന്ന് പറയുന്നത് എന്താണ്? ഇസ് 27. ഈസ് എന്ന് പറയുമ്പം ഈക്വൽ സൈൻ 27. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇനി നമുക്ക് സോൾവ് ചെയ്യാലോ. സോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കിടക്കുന്ന വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതുള്ളതിനെ ഫുള്ളായിട്ട് നമുക്കിനി പുറത്തെടുക്കാം. അപ്പോൾ 5x ഈസ് ഈക്വൽ ടു 27 പ്ലസ് സൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? -7 ആയിട്ട് മാറും. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 5x ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. ഇതിൽ നിന്ന് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? നമ്മളിനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു 20. ഇനി നോക്കിക്കേ, ഈ 5 ഇൻറ്റു എക്സ് എന്നല്ലേ? അപ്പോൾ ഈക്വൽ സൈനിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 20/5. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്തായിട്ടാണ് കിട്ടിയത്? 4. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? Therefore, the number is 4. Okay, clear ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 4 is added to thrice a number gives 25. നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് 4 എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? thrice a number. thrice എന്ന് പറയുമ്പോൾ എന്താണ്? 3 times അല്ലേ? അപ്പോൾ 3 times ഒരു നമ്പറിൻ്റെ കൂടെ 3 times a number. അപ്പം നമ്പർ നമുക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ അല്ലേ? അപ്പം നമുക്കതങ്ങ് എഴുതാം ആദ്യമേ തന്നെ. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഗതി വെച്ച് ഇക്വേഷൻ അങ്ങ് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ 4 ഈസ് ആഡഡ് ടു എന്ന് പറയുമ്പം 4 നമ്മൾ ആഡ് ചെയ്തു. എന്തിൻ്റെ കൂടെ? thrice a number. നമ്പർ നമുക്കറിയാം എക്സ് ആണെന്ന്. thrice a number എന്ന് പറയുമ്പോൾ 3 times a number, അതായത് 3 ഇൻറ്റു എക്സ് 3x. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗിവ്സ് 25 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 25 ആണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ് ഈക്വൽ ടു 25. ഇനി ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? 3x നമുക്ക് കണ്ടുപിടിക്കാം. 3x ഈസ് ഈക്വൽ ടു 25. ഇനി നോക്കിക്കേ, ഇവിടെ എന്താണ് കിടക്കുന്നത്? 4 എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഇവിടെ പോസിറ്റീവ് സൈൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ +4 എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഈക്വൽ സൈനിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? -4 ആയിട്ട് മാറും. അപ്പോൾ 25 - 4 എന്ത് കിട്ടും നമുക്ക്? 21 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായി? 3x ഈസ് ഈക്വൽ ടു 21. ഇനി ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ x ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 7. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 7. അതായത് therefore the number is 7. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ.
ഫോം ആൻ ഇക്വേഷൻ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിന് ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സോൾവ് ചെയ്യുകയൊന്നും വേണ്ട, വെറുതെ ഇക്വേഷൻ മാത്രം നമ്മൾ കണ്ടെത്തി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്യാം. 1/4 of a number is 20 less than the number itself. നമ്മളടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1/4 of a number. 1/4 of a number എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമുക്കിവിടെ നമ്പർ അറിഞ്ഞുകൂടാ അല്ലേ? അപ്പോൾ ആ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് ഇവിടെ എടുത്ത് എഴുതാം. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 1/4 ഓഫ് എ നമ്പർ, അതായത് ഈ എക്സിന്റെ 1/4 അല്ലേ? അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം? 1/4 എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈസ് എന്ന് പറയുമ്പം ഈക്വൽസ് 20 ലെസ് ദാൻ ദ നമ്പർ ഇറ്റ് സെൽഫ്, അതായത് ആ നമ്പറിൻ്റെ തന്നെ, ആ നമ്പറിൽ നിന്നും തന്നെ 20 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ നമ്പർ ഏതാണ്? എക്സ് ആണ് അല്ലേ? അതിൽ നിന്നും 20 കുറവെന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 20. കണ്ടോ, നമ്പർ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ ആ സെയിം നമ്പർ തന്നെ, ആ സെയിം നമ്പറിൽ നിന്നും 20 കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സെറ്റപ്പ് ആയില്ലേ? 1/4 എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 20. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 സെപ്പറേറ്റഡ് ഫ്രം 1/4 ഓഫ് എ നമ്പർ ഗിവ്സ് 1. ഇനി എന്താണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്? 5 ഏതോ ഒരു ഇതിൽ നിന്നും മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1. ഏതോ ഒരു ഇതല്ല, ഒരു നമ്പറിന്റെ 1/4 നിന്നും മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1 ആൻസർ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 സബ്ട്രാക്റ്റഡ് ഫ്രം 1/4 ഓഫ് എ നമ്പർ. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രം കഴിഞ്ഞുള്ളത് വേണം നമ്മൾ ഫസ്റ്റ് എടുത്ത് എഴുതാൻ. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്പർ അറിഞ്ഞുകൂടാ, നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതണം? അത് ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഓക്കെ, ഇനി എന്താണ്? 1/4 ഓഫ് എ നമ്പർ. ആ നമ്പറിന്റെ 1/4 എന്ന് പറയുമ്പോൾ 1/4 എക്സ് എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൽ നിന്നും എന്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു? 5 മൈനസ് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പൊ -5 ഇസ്, പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗിവ്സ്. ഗിവ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു എന്താണ്? 1. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 1/4 എക്സ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. The sum of twice a number and 4 is 18. നമ്മളടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? The sum of twice a number and 4 is 18 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്പർ അറിഞ്ഞുകൂടാ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദ നമ്പർ ബി എക്സ് അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 4ന്റെയും ആ നമ്പറിന്റെ ട്വൈസ്, അതായത് നമ്പറിന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2x അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം 2x പ്ലസ് എന്താണ്? 4 എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഇസ് ഈക്വൽ ടു 18. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7 ലെസ് ദാൻ എ നമ്പർ എക്സ് ഈസ് 4. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7 ലെസ് ദാൻ എ നമ്പർ എക്സ് ഈസ് 4 അല്ലേ? അപ്പോൾ നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറായ എക്സിൽ നിന്നും 7 കുറഞ്ഞപ്പോൾ നമുക്ക് 4 എന്ന ആൻസർ കിട്ടിയിരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഏതാണ്? എക്സ് ആണ്. അതിൽ നിന്നും എത്ര കുറഞ്ഞിരിക്കുന്നു? 7 ലെസ് ദാൻ എന്ന് പറയുമ്പോൾ കുറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പം -7 ഇസ് 4 എന്ന് പറയുമ്പോൾ ഈക്വൽസ് 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/4 ഓഫ് എ നമ്പർ ഈസ് 2 മോർ ദാൻ 5. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു നമ്പർ, അതിൻ്റെ 1/4 എന്ന് പറയുന്നത് ആൻസർ എന്താണ്? 2 മോർ ദാൻ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് കറക്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് നമ്പറിനെ എന്തായിട്ട് എടുക്കാം? ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഓക്കെ, ഇതിൻ്റെ 1/4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 1/4 എക്സ് ഇസ് എന്ന് പറയുമ്പോൾ ഈക്വൽസ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 മോർ ദാൻ 5. 5-നെക്കാട്ടിയും 2 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 മോർ ദാൻ വന്നു കഴിഞ്ഞാൽ പ്ലസ് സൈനാണ് ഇടേണ്ടുള്ളത്. അപ്പോൾ 5 + 2. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അടുത്ത നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? 4x - 12 is equal to 20.
അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ എന്താണ് 12 ഇതിൽ മൈനസ് ചെയ്തിരിക്കുകയാണ് അല്ലേ 4x-ൽ നിന്ന് 12 ഇവിടെ 4x 12-ൽ നിന്നും മൈനസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സബ്ട്രാക്റ്റിംഗ് 12 ഫ്രം 4 ടൈംസ് അല്ലേ. 4 ടൈംസ് അല്ലേ ഇവിടെ പറഞ്ഞു. 4x എന്ന് പറയുമ്പോൾ 4 ടൈംസ് ഓഫ് എ നമ്പർ. ആ നമ്പറിനെയാണ് നമ്മൾ ഇവിടെ x ആയിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4 ടൈംസ് ഓഫ് എ നമ്പർ. അപ്പോൾ എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്? ദ റിസൾട്ട് ഈസ് 20. അപ്പോൾ എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എന്താണ് 4x-ൽ നിന്നുമാണ് നമ്മൾ ഇവിടെ 12 മൈനസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സബ്ട്രാക്റ്റിംഗ് 12 ഫ്രം എന്താണ് 4 ടൈംസ് ഓഫ് എ നമ്പർ. ദ റിസൾട്ട് ഈസ് 20. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2x + 4 = 12. അത് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇവിടെ 2xനോട് ആഡ് ചെയ്യില്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 4 is added to 2x എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ട്വൈസ് എന്ന് എഴുതാം അല്ലേ. ട്വൈസ് എ നമ്പർ ഗിവ്സ് എന്താണ് 12 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത്. ഓക്കെ, നമ്മൾക്ക് അറിയാവുന്ന കണക്ക് നമ്മൾ അങ്ങ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അടുത്ത എന്താണ്? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടുത്തെ വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. x/12 = -5. ഈസി അല്ലേ കണ്ടുപിടിക്കാൻ. ഇവിടുന്ന് x പുറത്തെടുക്കുക. x = ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്കത്? -5 × 12 അല്ലേ. നമുക്ക് എന്ത് കിട്ടും? x = -60. എന്തുകൊണ്ട് ഇവിടെ മൈനസ് വന്നേ? ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? -16. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്താണ്? -60. അടുത്ത എന്താണ്? 5x = 30. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടുന്ന് എക്സ് മാത്രമായിട്ട് ഇനി പുറത്തെടുക്കാം. x = 30. ഇവിടെ 5 × ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു സൈൻ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ 30/5 എന്ത് കിട്ടും നമുക്ക്? 6 എന്ന് കിട്ടും അല്ലേ. 5ന്റെ ടേബിൾസിൽ 30 ഉണ്ടല്ലോ. 5 6 അല്ലേ 30. അപ്പോൾ നമുക്കിവിടെ എക്സിന്റെ വാല്യൂ 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. x - 7 = 4 അല്ലേ. നമുക്കിവിടെ എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ എക്സ് പുറത്തെടുത്തു. x = 4. ഇനി -7 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? +7 ആയിട്ട് മാറും. 7 + 4 എത്രയാണ്? x = 11 അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളത് സോൾവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മോഹൻ ഈസ് 3 years older than സോഹൻ. ദ സം ഓഫ് their ages is 43. ഫൈൻഡ് their ages. എന്താണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്? സോഹനെ കാട്ടി 3 വയസ്സ് കൂടുതലാണ് മോഹന്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവരുടെ രണ്ടുപേരുടെയും കൂടി വയസ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 43 എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടുപേരുടെയും വയസ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ നമുക്ക് സോഹൻ്റെ ഏജ് അറിയാവോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോഹൻ്റെ ഏജിനെ നമുക്ക് x ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അത്? ലെറ്റ് ദ ഏജ് ഓഫ് സോഹൻ ബി x. ഓക്കെ, ഇനി നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മോഹൻ്റെ ഏജ് സോഹനെക്കാട്ടി 3 വയസ്സ് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഏജ് ഓഫ് മോഹൻ ഈക്വൽസ് എന്തെന്ന് എഴുതാം? നമുക്ക് 3 + x എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? നമുക്കറിയാം സോഹനെക്കാട്ടിയും 3 വയസ്സ് കൂടുതലാണ് മോഹൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 + x അല്ലെങ്കിൽ നമുക്ക് x + 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് their ages is 43. അവരുടെ ഏജസ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 43 കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് 43 ആണെന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 3 + x എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള സമ്മല്ലേ. അപ്പോൾ സോഹൻ്റെ ഏജ് എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ x പ്ലസ് ഇനി മോഹൻ്റെ ഏജ് എത്രയാണ്? x + 3. കണ്ടോ, ഇവർ തമ്മിലുള്ളതിൻ്റെ സം എന്ന് പറയുന്ന ഏജിൻ്റെ സം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 43. കണ്ടോ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? x + 3 = 43. ഇനി x + x എത്രയാണ്? 2x + 3 = 43. നമുക്ക് ഇതിൽ നിന്നും 2xന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2x = 43 + 3 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ -3 എന്ത് കിട്ടി? നമുക്ക് അന്നേരം 40 കിട്ടി.
ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിൻ്റെ വാല്യൂ. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 40. ദെൻ എക്സ് മാത്രം ഇനി പുറത്തെടുത്തു ഇസ് ഈക്വൽ ടു 40. 2 ഇൻറ്റു എന്നുള്ളതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇൻറ്റു സൈൻ ഡിവിഷനായിട്ട് മാറി. അപ്പോൾ ബൈ 2 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് എന്താണ് കിട്ടിയത്? 20 എന്നാണ് ആൻസർ കിട്ടിയത്. ഇനി നമുക്ക് ഓരോരുത്തരുടെയും വയസ്സ് കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എന്താണ് ആദ്യം എഴുതി വെച്ചത്? ഏജ് ഓഫ് സോഹൻ എക്സ് എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് എഴുതാം therefore ഏജ് ഓഫ് സോഹൻ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? 20. അപ്പോൾ അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ഇനി അടുത്ത ആരാണ്? മോഹൻ. അപ്പോൾ ഏജ് ഓഫ് മോഹൻ ഇസ് ഈക്വൽ ടു നമ്മളിവിടെ എന്താണ് എഴുതിയത്? എക്സ് പ്ലസ് 3 എന്നാണ് എഴുതിയത്. ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. ഇവിടെ എക്സ് എത്രയാണ്? 20 പ്ലസ് 3 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 23. കണ്ടോ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് വന്നില്ലേ? സോഹനെ കാട്ടിയും 3 വയസ്സ് മോഹന് കൂടുതലാന്ന് പറഞ്ഞു. സോഹൻ 20 വയസ്സ്, അതിൽ 3 വയസ്സ് കൂടുതൽ മോഹൻ എന്ന് പറയുമ്പോൾ 23 വയസ്സ്. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. Next question എന്താണ്? In a class of 60 students, the number of girls is 1/3 the number of boys. Find the number of boys and girls in the class. അപ്പോൾ നമ്മളടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 60 സ്റ്റുഡൻസ് ഉണ്ട് ഒരു ക്ലാസ്സിൽ. അതിൽ ഗേൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ബോയ്സിൻ്റെ നമ്പറിൻ്റെ 1/3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബോയ്സിൻ്റെ നമ്പർ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു എക്സ്. അറിഞ്ഞൂടാത്തതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇനി ഗേൾസിൻ്റെ നമ്പർ നമുക്ക് എങ്ങനെ എടുക്കാം? നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽസ്, നമ്മളെടുത്തൊരു ക്ലൂ തന്നിട്ടുണ്ട് അല്ലേ? 1/3 ദ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോയ്സിൻ്റെ നമ്പറിൻ്റെ 1/3 ആണെന്ന്. അപ്പോൾ ബോയ്സിൻ്റെ നമ്പർ എത്രയാണ്? എക്സ്. അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 1/3 എക്സ്. അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുണ്ട്? നമ്മളെടുത്ത് മൊത്തം എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 60 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ? ബോയ്സും ഗേൾസിൻ്റെയും കൂടി ആഡ് ചെയ്യുന്നില്ലേ നമുക്കൊരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1/3. എക്സ് ഈസ് ഈക്വൽ ടു 60. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇതും കൂടി തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? പക്ഷെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്താണ്? ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ x/1 എന്നാണ് വരുന്നത്. ഇവിടെ എന്താണ്? 1/3 എന്നുമാണ് വന്നിരിക്കുന്നത്. 3 ആണ് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് കാണണം? LCM കാണണം. അപ്പോൾ 1ൻ്റെയും 3യുടെയും LCM കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ? LCM. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ 3 LCM ആണ്. അപ്പോൾ x/1 ഈ 1നെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? LCM ആയ 3യിലോട്ട് മാറ്റണം അല്ലേ? അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? 1ൻ്റെ കൂടെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 3 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? 1 × 3. ആ സെയിം നമ്പർ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ LCMലോട്ടാക്കാൻ 1 × 3, അതേപോലെ ഇവിടെ എന്താണ്? x × 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x × 3 എന്ന് പറയുമ്പോൾ 3x. ഇവിടെ ഓൾറെഡി 1 × 3 എന്താണ്? 3. അപ്പോൾ പ്ലസ് അടുത്ത എന്താണ്? ഇതിൽ ചേഞ്ച് എന്തെങ്കിലും വരുത്തണോ? വേണ്ട. LCM ആയ 3 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മുകളിൽ എന്താ ഉള്ളത്? 1x. ഡിനോമിനേറ്റർ എന്താണ്? 3. അതിവിടെ ഞാൻ പൊതുവായിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു 60. 3x plus 1x എത്രയാണ്? 4x/3 ഇസ് ഈക്വൽ ടു 60. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? 4x. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു, നോക്കിക്കേ, നമുക്ക് അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 4x ഈസ് ഈക്വൽ ടു, ഇത് തമ്മിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 × 3. 60 × 3 എത്രയാണ്? 180. അപ്പോൾ നമുക്ക് 4x ഈസ് ഈക്വൽ ടു 180 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അത്? എക്സ് ഈസ് ഈക്വൽ ടു 180. 4 ഇൻറ്റു അതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 എന്ത് കിട്ടും? നമുക്ക് ആൻസർ ഡിവൈഡ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 45 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അത്? നമ്പർ ഓഫ്
boys is equal to, therefore number of boys is equal to x ആണ് അല്ലേ. എക്സിന്റെ വാല്യൂ എന്താ നമ്മൾ കണ്ടുപിടിച്ചത് 45. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് എന്താണെന്ന് പറയാം 45. ഇനി എന്താണ് നമ്പർ ഓഫ് ഗേൾസ് is equal to, ഈസി ആയിട്ട് ഇനി കണ്ടുപിടിച്ചൂടെ. ബോയ്സിന്റെ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം സ്റ്റുഡൻസ് എത്രയാണ് 60. ആ 60 45 മൈനസ് ചെയ്താൽ പോരെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ. 60 മൈനസ് 45 എത്ര കിട്ടിയ ആൻസർ 15. ഓക്കെ, അപ്പോൾ നമുക്ക് ഗേൾസിന്റെ നമ്പറും നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് 1/3 എക്സ് അല്ലേ നമുക്ക് ഗേൾസിന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 1/3 ഇൻറ്റു എന്ത് ചെയ്യണം, എക്സ് എത്രയായിരുന്നു 45. അപ്പോൾ നമുക്ക് 1 × 45 45/3 എന്ന് വരും അല്ലേ. അത് ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ 15 എന്ന് കിട്ടും. ഇങ്ങനെയും ചെയ്ത് നോക്കാം. പിന്നെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട, ഈസി ആയിട്ട് ഉള്ള മൊത്തം സ്റ്റുഡൻസിൽ നിന്നും ബോയ്സിൻ്റെത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 3 times its breadth. ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഇസ് 80 cm. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ നമ്മളെടുത്ത് ഒരു റെക്ടാങ്കിളിൻ്റെ ലെങ്ത് ഒക്കെ തന്നിട്ടും അതിൻ്റെ പെരിമീറ്റർ ഒക്കെ തന്നിട്ട് നമ്മളെടുത്ത് ലെങ്ത് തന്നിട്ടില്ല. ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ 3 times ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെരിമീറ്ററും തന്നു, എന്നിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബ്രെഡ്ത്ത് അറിയാവോ? ഇല്ല. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ലെറ്റ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? എക്സ് എന്ന് എഴുതാം അല്ലേ. അടുത്തത് എന്താണ്? നമുക്ക് ലെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് 3 times ഇറ്റ്സ് ബ്രെഡ്, അതായത് ബ്രെഡ് ആയ എക്സിൻ്റെ 3 times എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3x എന്ന് എഴുതാം. ഇനി എന്ത് തന്നിട്ടുണ്ട്? പെരിമീറ്റർ 80 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, 80 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്. P is equal to 2 × L + B, 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എഴുതാം. പിയുടെ അവിടെ നമുക്ക് 80 എഴുതാം. ഇനി 2 × ലെങ്ത് എത്രയാണ് 3x പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ് x അല്ലേ, പ്ലസ് x. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം, ഒന്ന് തിരിച്ചിട്ട് എഴുതാം. 2 × 3x + x is equal to 80. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 കൊണ്ട് ഇതിനെ രണ്ടിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 3x എന്ന് പറയുമ്പോൾ എന്താണ് 6x പ്ലസ് 2 × x എന്ന് പറയുന്നത് എന്താണ് 2x is equal to 80. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാമല്ലോ. 6 + 2 എത്ര കിട്ടും നമുക്ക്? 8x is equal to 80. ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. x is equal to 80. 8 × എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ ബൈ 8 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ബ്രെഡ്ത്തും ലെങ്ത്തും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? therefore breadth is equal to, ബ്രെഡ്ത്ത് നേരത്തെ നമ്മൾ എക്സ് ആയിട്ടല്ലേ എടുത്തത്, എക്സിൻ്റെ വാല്യൂ എന്താ കണ്ടുപിടിച്ചേ? 10. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത് എന്താണ് നമ്മൾ നേരത്തെ എടുത്ത് എഴുതിയത്? 3x എന്നാണ് അല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലെങ്ത് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 3x. ഇനി എക്സിൻ്റെ വാല്യൂ എന്താണ്? 10. അപ്പോൾ 3 × 10 = 30. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് നമുക്ക് 10 cm എന്നും കിട്ടി, ലെങ്ത്തും നമുക്ക് 30 cm എന്നും കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.